നമുക്ക് ഈ നിലക്കൽ മഹാദേവനെയും അദ്ദേഹത്തിന്റെ ഗോപുരവും ഒന്ന് മിനിയേച്ചർ ചെയ്താലോ? മിനിയേച്ചർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നതാണ് ഈ വീഡിയോ. പിന്നെ ഫുൾ മേക്കിംഗ് വീഡിയോ ആണ്. അപ്പൊ അപ്പൊ നമുക്ക് ഗോപുരത്തിന്റെ തൂണുകൾ ഉണ്ടാക്കിയെടുക്കാം. അതിന് ഞാൻ കുറച്ച് ചോക്കുകൾ എടുത്തിട്ടുണ്ട്. ഇത്തരം ചോക്കുകൾ ആർട്ട് ഷോപ്പുകളിൽ കിട്ടുന്നതാണ്. അതല്ലെങ്കിൽ തന്നെ സാധാരണ ചോക്കുകളായാലും കുഴപ്പമില്ല. അപ്പൊ നമുക്കിത് കാർവ് ചെയ്തെടുക്കാം. എപ്പോഴും ഇത്തരം വർക്കുകൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം. കാരണം ചോക്കായതുകൊണ്ട് തന്നെ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ തൂണുകളുടെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു പ്ലാറ്റ്ഫോമിൽ ഗം ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. ഒട്ടിക്കുന്നതിന് മുമ്പ് കൃത്യമായ മാർക്കിംഗ് ഉണ്ടാവണം. കാരണം ഇത് രണ്ടാമത് പറിച്ചെടുക്കാനോ വളക്കാനോ തിരിക്കാനോ പറ്റില്ല. ചോക്കായതുകൊണ്ട് അത് ഒടിഞ്ഞു പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം അത് ഒട്ടിച്ചെടുക്കുക. അടുത്തതായിട്ടുള്ളത് നിലക്കൽ മഹാദേവന്റെ ശിരസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനും ചോക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം. ഇനി നമുക്ക് കളറിങ്ങിലേക്ക് കിടക്കാം. കളർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വാട്ടർ കളർ മാത്രം യൂസ് ചെയ്യുക. ചോക്ക് ഉപയോഗിച്ച് കാർവ് ചെയ്യുന്നതിൽ നമ്മൾ ചെറിയ ചെറിയ ഡിസൈനുകൾ നമ്മൾ അതിനകത്ത് കാർവ് ചെയ്യുന്നത് ഒന്നും അടഞ്ഞു പോകാതിരിക്കാനാണ്. അക്രലിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി പാളും. ഒരു കാരണവശാലും അക്രലിക് ഉപയോഗിക്കരുത്. ഇപ്പോൾ ഈ ഫോം ഷീറ്റിൽ റെഡ് ഉപയോഗിക്കുന്നിടത്തെല്ലാം അക്രലിക് ഉപയോഗിക്കാം. അല്ലാതെ ചോക്ക് വരുന്ന ഈ തൂണുകളിലൊക്കെ നമ്മൾ കഴിവതും വാട്ടർ കളർ തന്നെ യൂസ് ചെയ്യുക. അതായിരിക്കും കുറച്ചും കൂടി നമ്മൾ ചെയ്യുന്ന ഒബ്ജക്റ്റ് കുറച്ചും കൂടി പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ഏറ്റവും ബെറ്റർ വാട്ടർ കളർ തന്നെയാണ്. ഫോം ഷീറ്റ് ഇത്തരം ഭാഗങ്ങളിലൊക്കെ നമുക്ക് അക്രലിക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. 120 ഒരു വാട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു റോഡിൽ ടാറിട്ട ഒരു പ്രതലത്തിന്റെ ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ആ ഫോം ഷീറ്റിൽ അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അത് വൃത്തിയായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് ആ റോഡിന്റെ ചുറ്റും കുറച്ച് പാറ പോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനെ ക്ലേ ഉപയോഗിച്ചിട്ട് ഒരു പാറ പോലെയൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനൊരു കളറിങ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ ആ ഒരു ലുക്ക് കിട്ടും. ഇനി നമുക്ക് ഗ്രാസ് പൗഡർ ഉപയോഗിച്ചിട്ട് കുറച്ച് പച്ചപ്പ് ഒന്ന് സെറ്റ് ചെയ്യണം. അതിന് ഫെവിക്കോളാണ് ആദ്യം യൂസ് ചെയ്യേണ്ടത്. ഫെവിക്കോൾ അടിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലത്തെ ഗ്രാസ് പൗഡർ ഉപയോഗിക്കാം. ഇത് ഒട്ടുമിക്ക ഷോപ്പുകളിലും ഇപ്പോൾ ലഭ്യമാണ്. ഓൺലൈനിലും ഇത് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത്തരം പൗഡറുകൾ അതിൻ്റെ മേളിലൊന്ന് വിതറി കൊടുക്കുക. നമുക്ക് അടുത്തതായിട്ട് കുറച്ചും കൂടി ഒരു ഗ്രീൻ ഷെയ്ഡുള്ള ഗ്രാസ് പൗഡർ അതിൻ്റെ മേളിൽ ഒന്നും കൂടി ഫെവിക്കോൾ ചെയ്തതിന് ശേഷം ഒന്നും കൂടി അതിൻ്റെ തൂണുകൾക്കൊക്കെ എല്ലാം ചുറ്റിലും ഇതുപോലെ ഒന്ന് നൈസായിട്ടൊന്ന് പതിയെ ഒന്ന് ടച്ച് ചെയ്തു. ഇനി തൂണിൻ്റെ ചെറിയ ചെറിയ മിനുക്ക് വർക്കുകളും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു പരിപാടി നമുക്ക് പൂർത്തിയായിട്ടുണ്ട്.